പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ ധന്യമേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ അനുഗ്രഹീതമേറിയ പ്രഭാതത്തിൽ പ്രഭാത ചിന്ത കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരു നല്ല പ്രഭാതം നേർന്നുകൊണ്ട് ഇന്നത്തെ നമ്മുടെ പ്രഭാത ചിന്തയിലേക്ക് പ്രവേശിക്കുകയാണ്. ഇന്നത്തെ പ്രഭാതത്തിൽ നിങ്ങളുമായി ഒരുമിച്ച് പങ്കിടുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം, വിശുദ്ധ വേദപുസ്തകത്തിൽ തിരസ്കരിക്കപ്പെട്ട ഒരുപാട് അനുഭവങ്ങളുള്ള വേദനാജനകമായ, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ മറക്കുവാൻ കഴിയാത്ത നിരവധി സംഭവങ്ങളുടെ ഒരു ശൃംഖല നമുക്ക് കാണുവാൻ കഴിയും. എന്താണ് ഇതിൻ്റെ കാരണങ്ങൾ മറ്റൊന്നുമല്ല, ഒരു ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തുവാൻ ആഗ്രഹിക്കുന്ന പലർക്കും അതിൻ്റെ ലക്ഷ്യസ്ഥാനം കാണുവാൻ കഴിയാതെ അവർ നിരാശരായി തീരാറുണ്ട്. അങ്ങനെ നിരാശരാകുമ്പോഴാണ് നമ്മുടെ പ്രഭാതത്തിൽ ഇന്നത്തെ പ്രമേയമായി ഞാൻ കൊടുത്തിട്ടുള്ള ആ ഹെഡിങ്, താളം തെറ്റുക. ജീവിതത്തിൻ്റെ താളം തെറ്റിയ ധാരാളം വ്യക്തി ജീവിതങ്ങളെ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലും അതുപോലെ തന്നെ വേദപുസ്തകം പഠിക്കുന്നവർക്കും കാണുവാൻ കഴിയും. എന്തുകൊണ്ടാണ് ജീവിതത്തിൻ്റെ താളം തെറ്റുക എന്ന് പറയുന്നത്? വിശുദ്ധ വേദപുസ്തകത്തിൽ നിന്ന് ഒരു ഉദാഹരണം നിങ്ങളുമായി ഈ പ്രഭാതത്തിൽ പങ്കിടുവാൻ ആഗ്രഹിക്കുകയാണ്. നമുക്കെല്ലാവർക്കും അറിയാവുന്ന സുപരിചിതമായ ഒരു ഭാഗമാണ് ലൂക്കോസിൻ്റെ സുവിശേഷം 15-ാം അധ്യായം. അതിൽ ഒരു മനുഷ്യന് 2 മക്കൾ. അതിൽ ഇളയവൻ വന്നിട്ട് അപ്പൻ്റെ അടുക്കൽ വന്ന് തനിക്ക് ലഭിക്കപ്പെടേണ്ട സ്വത്തുകൾ എല്ലാം വാങ്ങിച്ചു കൊണ്ടുപോവുക. അത് വാങ്ങിച്ചു കൊണ്ടുപോയി ഒരു നല്ല ഇൻവെസ്റ്റ് ചെയ്യുകയല്ല അവൻ ചെയ്തത്, മറിച്ച് അവനത് വിറ്റിട്ട് ആ പണമെല്ലാം ദൂർത്തടിച്ചു എന്നാണ് നാം കാണുന്നത്. ഒരു നേട്ടത്തിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ തൻ്റെ ഭാവിപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടോ ചിന്തിക്കാതെ ആ സമയത്ത് തൻ്റെ കൈവശമുണ്ടായ സകല പണം താൻ ദൂർത്തടിക്കുകയാണ്. അതുകൊണ്ടായിരിക്കാം അവനെ ധൂർത്തപുത്രൻ, പ്രൊഡിഗൽ സൺ എന്നൊക്കെ പറയുന്നത്. എന്തായാലും അവൻ്റെ കയ്യിൽ കിട്ടിയ സകല സാമ്പത്തിക മേഖലകളും ആ സ്രോതസ്സും അവനില്ലാതാക്കുകയാണ്. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് അവൻ്റെ ഭാവി എന്ന് പറയുന്നത്. പലപ്പോഴും ഭാവി സംബന്ധമായിട്ടുള്ള വിഷയങ്ങളിൽ ചിന്തിക്കാൻ പലർക്കും ആഗ്രഹമില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. തുലവും ചുരുക്കമായിട്ടുള്ള ആളുകൾ മാത്രമാണ് അവരുടെ ഭാവിയെക്കുറിച്ച് ചിന്തിക്കുന്നത്. എന്നാൽ ഒരു 80% ആളുകൾ അവരുടെ ഭാവിയെക്കുറിച്ചുള്ള ഒരു ചിന്താബോധം അവരെ ഭരിക്കുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് എന്താ സംഭവിക്കുന്നത്? പലപ്പോഴും അവരെത്തപ്പെടേണ്ട മേഖലകളിൽ എത്തപ്പെടാതെ പോകുകയാണ്. പലപ്പോഴും ഉയർത്തപ്പെടേണ്ട സാഹചര്യങ്ങളിൽ അവർ തഴയപ്പെടുകയാണ്. അവർക്കുണ്ടാകേണ്ട നേട്ടങ്ങൾ അവരുടെ കയ്യിൽ നിന്നും വഴുതിപ്പോകുകയാണ്. കാരണം ജീവിതത്തിൽ ലക്ഷ്യമില്ലാതെ അവരുടെ കയ്യിൽ കിട്ടുന്നതെല്ലാം ദൂർത്തടിച്ച് നാളെ എങ്ങനെയെങ്കിലും ആകട്ടെ, ഇന്നത്തെ കാര്യം ഓക്കെ എന്ന് പറഞ്ഞ് ജീവിക്കുന്ന ധാരാളം പ്രിയപ്പെട്ടവരെ നമ്മുടെ സമൂഹത്തിൽ കാണുവാൻ കഴിയും. ഞാൻ പറയട്ടെ, ഇനി എങ്ങനെയൊക്കെ നിങ്ങൾ ജീവിച്ചെന്ന് പറഞ്ഞാലും നിങ്ങളുടെ മുൻപിൽ ഒരു സമയം ഉണ്ട്. നിങ്ങൾ നഷ്ടപ്പെടുത്തിയ സമയത്തെ ഓർത്ത് പശ്ചാത്തപിക്കുന്ന, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് നേടുവാൻ കഴിയുന്ന സമയത്ത്, സമ്പാദിക്കുവാൻ പറ്റിയ സമയത്ത് സമ്പാദിക്കാതെ മദ്യത്തിനും മയക്കുമരുന്നിനും കഞ്ചാവിനും
വെറിക്കൂത്തുകൾക്കും അടിമപ്പെട്ട് ഇനി ഇതൊന്നും ചെയ്തില്ലെങ്കിലും പലരും ആ സമ്പാദ്യങ്ങൾ തക്ക സമയത്ത് സമ്പാദിക്കുവാൻ കഴിയാതെ നഷ്ടപ്പെടുത്തുന്നത് കൊണ്ട് എന്താ സംഭവിക്കുന്നത്? അവർക്ക് ജീവിതത്തിൽ ഒന്നും നേടുവാൻ കഴിയുന്നില്ല. എന്നാൽ ഒരു സമയം അവര് ചിന്തിക്കുവാൻ തുടങ്ങും. ആ മനുഷ്യനെ പോലെ ഞാൻ സ്വർഗത്തോടും നിന്നോടും പാപം ചെയ്തു, നിന്റെ മകനെന്ന് വിളിക്കപ്പെടുവാൻ ഞാൻ ഇനി ഒരിക്കലും യോഗ്യനല്ല എന്ന മനുഷ്യൻ തിരിച്ചറിഞ്ഞതുപോലെ നമ്മുടെ ഈ മുൻപിൽ തിരിച്ചറിവിൻ്റെ ഒരു കാലഘട്ടമുണ്ടാകും. അപ്പോഴത്തേക്കും സ്നേഹിത, സമയം വൈകിപ്പോകും. ഒരുപക്ഷെ നാം ആഗ്രഹിക്കുന്ന ഒരു പാന്താവിൽ പിന്നീട് എത്തപ്പെടുവാൻ കഴിയുന്നില്ല. അങ്ങനെ ആ ഒരു സമയം വരും. അതുകൊണ്ട് ഈ പ്രഭാതത്തിൽ എൻ്റെ സന്ദേശം നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾ ഒന്ന് ചിന്തിക്കൂ. നിങ്ങളുടെ ജീവിതം എവിടെയെങ്കിലും താളം തെറ്റിയിട്ടുണ്ടെങ്കിൽ, ഒരു നേട്ടം കൈവരിക്കുവാൻ കഴിയാതെ നിങ്ങൾ ഭാരപ്പെടുകയാണെങ്കിൽ, ഇന്ന് നിങ്ങളായിരിക്കുന്ന മണ്ഡലത്തിൽ നിന്നും ഒന്ന് തിരിച്ചു വന്ന് ഒരു നേട്ടത്തിനു വേണ്ടി, ഒരു നല്ല ഭാവിക്ക് വേണ്ടി നിങ്ങൾ ആഗ്രഹിക്കുമെങ്കിൽ, ആ മനുഷ്യൻ തൻ്റെ അപ്പൻ്റെ അടുക്കിലേക്ക് മടങ്ങി വന്നതുപോലെ, അപ്പാ, ഞാൻ സ്വർഗത്തോടും നിന്നോടും പാപം ചെയ്തു, ഇനി നിന്റെ മകനെന്ന് വിളിക്കപ്പെടുവാൻ ഞാൻ യോഗ്യനല്ല എന്ന് പറഞ്ഞാലും, അങ്ങനെ മടങ്ങി വരുവാൻ നിനക്കൊരു മനസ്സുണ്ടെങ്കിൽ, ഓടി വന്ന് ആലിംഗനം ചെയ്ത് നിനക്ക് വേണ്ടുന്നതെല്ലാം നൽകിത്തന്ന് വീണ്ടും നിന്റെ ഭാവിയെ ഭാസുരമാക്കുവാൻ കഴിയുന്ന ദൈവത്തിൻ്റെ കരത്തിലേക്ക് ഈ പ്രഭാതത്തിൽ സമർപ്പിക്കാം. കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. നല്ല ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, അവിടുത്തെ കരങ്ങളിലേക്ക് നിന്റെ കുഞ്ഞുങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. വലിയ അനുഗ്രഹമാക്കി തീർക്കണം. യേശു ക്രിസ്തുവിൻ നല്ല നാമത്തിൽ തന്നെ ആമേൻ. എല്ലാവർക്കും നല്ലൊരു പ്രഭാതം നേരുന്നു. ക്രിസ്തുവിൽ നിങ്ങളുടെ പ്രിയ സഹോദരൻ പാസ്റ്റർ ജോസ് സാമുവൽ.